റാവത്ത് ബിരിയാണി ഉണ്ടാക്കുന്നതിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഹോൾ ഗരം മസാലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 സവോള തിന്നായി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ അരച്ചെടുത്തതും ചേർത്ത് നല്ലപോലെ എണ്ണ തെളിയുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും ചേർത്ത് നല്ലപോലെ ഇളക്കുക. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഒരു അര വേവാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പിന്നെ മദ്രാസ് കറി പൗഡർ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 1 കിലോ അരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അളവെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതിയേക്കാം കേട്ടോ. ആവശ്യത്തിന് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്, കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ആവശ്യത്തിന് ഗീയും ചേർത്ത് ദം ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണ്. ട്രൈ ചെയ്തു.